ഹായ്, ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് കള്ളപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ കള്ളപ്പം തയ്യാറാക്കുന്നത് കള്ള ഒഴിച്ചിട്ടാണ്. പക്ഷെ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് കള്ളൊക്കെ കിട്ടാൻ പാടാണ്. അങ്ങനെയുള്ളവർക്കും കള്ളപ്പം എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ അപ്പം നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് കള്ളം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം നനവില്ലാത്ത ഒരു കുപ്പി എടുക്കുക. ഒരു കുപ്പി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ കുപ്പി അടച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുലുക്കിയാൽ മതി, പഞ്ചസാര അലിയുന്നവരെ. ഉപയോഗിക്കുന്ന സ്പൂണും വെള്ളം നനവില്ലാത്തതായിരിക്കണം. ഒരു 24 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. 24 മണിക്കൂർ കൂടുതൽ നമ്മൾ വയ്ക്കണ്ട. അപ്പോൾ ഇത് കുറച്ച് പുളിയൊക്കെ ആയിട്ട് വിനീഗറായിട്ട് മാറും. അതെടുത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കിയാൽ അപ്പം നല്ല ഹാർഡായിരിക്കും, ഒരു ടേസ്റ്റും കാണില്ല. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് കാണിക്കാം. ഇപ്പം മുകളിലൊക്കെ നന്നായിട്ട് പത വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്കൂറാണ് കുതിർത്തി വെച്ചിരുന്നത്. നമ്മൾ നേരത്തെ തേങ്ങ വെള്ളം അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് അരിയും അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചോറ്, 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 1/4 കപ്പ് തേങ്ങ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈസ്റ്റും ഇതിൽ കൂടെ ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ഈസ്റ്റും മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അരച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് അതിനേക്കാളും എളുപ്പമായിട്ട് തോന്നിയത് ഇത് നമ്മൾ ഒന്നിച്ചിട്ട് ആട്ടിയാലും കുഴപ്പമൊന്നുമില്ല, മാവ് നന്നായിട്ട് പൊങ്ങി തന്നെ വരും. നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അതായത് ദോശമാവിൻ്റെ കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ. ആദ്യം നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിത് ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റില്ല. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മുതൽ 9 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം. കലക്കി കൊടുക്കുമ്പോൾ കോരി ഒഴിച്ചിട്ട് കലക്കരുത്. അപ്പം ഈ പൊങ്ങി വന്ന പതയൊക്കെ അങ്ങ് പോവും. അപ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അപ്പത്തിന് സോഫ്റ്റ്നെസ് കിട്ടില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം കല്ല് നല്ല ചൂടായി കിടക്കുകയാണ്. കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. ചിലർ കല്ലപ്പം ഉണ്ടാക്കുമ്പോൾ ദോശ ചുടുന്ന പോലെ തിരിച്ചിട്ടിട്ട് വേവിക്കും. എനിക്ക് പക്ഷെ അത് ഇഷ്ടമില്ല. അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചുടുമ്പോഴാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒന്നുകിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ അടപ്പ് വെച്ച് അടയ്ക്കണ്ട, തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതുപോലെ വേവിച്ചെടുക്കുക. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം സോഫ്റ്റ് ആണ് ഇതെന്ന്. ഇതെല്ലാം നോൺ വെജ് കറിയോടൊപ്പം, മുട്ടക്കറിയോടൊപ്പം, അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോടൊപ്പം എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റും സോഫ്റ്റും ആണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.